ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ. അതിന് തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് സെറ്റാക്കി എടുക്കാം. ആദ്യം തന്നെ 2 ഉള്ളി എടുത്തിട്ട് നൈസായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തു. പിന്നെ വേണ്ടത് പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. അപ്പോഴത്തേക്ക് പത്തിരിപ്പൊടി എടുത്തിട്ട് നമുക്ക് കുഴച്ച് വെക്കാം. കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണ് മാവ് കുഴച്ചത്. പിന്നെ നമുക്ക് ചിക്കൻ എല്ലിൽ നിന്ന് വേർപെടുത്തിയിട്ട് അതൊന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ട് വരാം. പിന്നെ ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓരോ ഐറ്റംസ് ആയിട്ട് ഇടുക. എന്നിട്ട് ജസ്റ്റ് ഫ്രൈ ആയി എടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനായ മസാലകൾ ചേർക്കാം. ആദ്യം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ മസാലകളും പൊടിയൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുത്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതും സെറ്റായതിനു ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്താൽ മതി, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ആ സമയം കൊണ്ട് ഞാൻ വാഴയിലൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായി. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കാനും വെച്ചിട്ടുണ്ടായി. അങ്ങനെ അട നന്നായിട്ട് പരത്തിയെടുത്ത് ആവശ്യത്തിനുള്ള നൈസായിട്ട് പരത്തിയെടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. കട്ടി കൂടിക്കഴിഞ്ഞാൽ കഴിക്കാൻ വലിയ രസം ഉണ്ടാവില്ല. നന്നായിട്ട് ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തു. അട റെഡി. വൈകുന്നേരത്തെ ചായക്കൊക്കെ കടിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈസി സ്നാക്കാണിത്. അടിപൊളിയാണ്. ഇപ്പോൾ നോമ്പുതുറ ആയതുകൊണ്ട് തന്നെ നോമ്പുറക്കൊക്കെ ആക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം.